നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കുമോ ഇല്ലയോ അറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് രാവിലെ 10:15 നിർണായക വിധി കോടതി പറയും. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി അല്പസമയത്തിനകം എത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് പരാതി. CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസ് കൂടിയാണിത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയവും കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേസിൽ സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പാക്കിയിട്ടില്ലെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുതാര്യമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ലെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ നിലപാട് അന്വേഷണം നേരായ വഴിക്കാണെന്നും CBIയുടെ അന്വേഷണം ആവശ്യമില്ല എന്നുമാണ്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും സർക്കാർ വാദം മുന്നോട്ട് വെച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്നാണ്. കുടുംബത്തിന് പരാതിയുണ്ടെങ്കിൽ കൊലപാതക സാധ്യത പരിശോധിക്കും. നിലവിൽ നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള വിശദമായ അന്വേഷണമാണ് എന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. CBI അന്വേഷണം വേണ്ട എന്ന ഉറച്ച നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ കോടതി ആവശ്യപ്പെട്ടാൽ, കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാട് CBI സ്വീകരിച്ചിരുന്നു. ആർക്കൊപ്പം കോടതി നിൽക്കും, ആരുടെ നിലപാടാണ് അംഗീകരിക്കപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു ആകെത്തുക നമുക്ക് അല്പസമയത്തിനകം അറിയുവാൻ സാധിക്കും. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ല, ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയെ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് അന്വേഷണം പൂർത്തിയാക്കുമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയതാണ്. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നതടക്കമുള്ള ഒരു സത്യവാങ്മൂലത്തിൽ സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഹർജിയിൽ പ്രത്യേക പോലീസ് സംഘത്തോട് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് പ്രോസിക്യൂഷനോട് കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവ് വേണമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവ് വേണമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണമെന്ന നിർണായകമായ ആവശ്യം കോടതി മുന്നോട്ട് വെച്ചു. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്നായിരുന്നു ദിവ്യ പറഞ്ഞത്. ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയവെയാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ CBI അന്വേഷണം വരുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ആ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. ഹൈക്കോടതി എന്ത് നിലപാട് ഈ ഹർജിയിൽ സ്വീകരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.